ആദ്യഘട്ട പട്ടിക പുറത്തു വന്ന ഘട്ടത്തിലാകട്ടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം വൈകിട്ട് ചേരുന്നു. അതിന് തൊട്ടു പിന്നാലെ ആ പട്ടിക പുറത്തുവരികയും ചെയ്തു. 55 പേരുടെ പട്ടികയാണ് പുറത്തു വന്നത്. ആ സ്ഥാനാർത്ഥികൾ ഇതിനോടകം പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ആ പട്ടിക പുറത്തു വന്ന ഘട്ടത്തിലും ചെറിയ ചില അസ്വാരസ്യങ്ങളും എതിർപ്പുകളും പൊട്ടിത്തെറികളുമൊക്കെ ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ രണ്ടാം ഘട്ട പട്ടിക പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിപ്പോൾ തന്നെ ഉണ്ടാകുമോ അതോ നാളെ രാവിലെ ആ പട്ടിക പുറത്തു വരുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വരാനിരിക്കുന്ന പട്ടികയിലും അതുമായി ബന്ധപ്പെട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടായത് ഇന്ന് നമ്മൾ കണ്ടു. അതിൽ ഒന്ന് ഉയർന്നു കേട്ടത് കാസർഗോഡാണ്. അവിടെ DCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം ചേരുന്നുണ്ട്. അവർ മുന്നോട്ട് വെച്ച ഒരു നിലപാട് എന്നത് ജില്ലയ്ക്കകത്തുള്ള നേതാക്കൾ മതി കാസർഗോഡ് 2 മണ്ഡലങ്ങളിലും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ച നിലപാട്. അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് 2 മണ്ഡലങ്ങളിലാണ്. അതിലൊന്ന് തൃക്കരിപ്പൂർ, മറ്റൊന്ന് ഉദുമ. അവിടെ DCC അധ്യക്ഷൻ വിശദീകരിച്ചത് ലീഗ് ജില്ലയിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ ജില്ലയിലെ തന്നെ നേതാക്കളെയാണ് രംഗത്തിറക്കുന്നത്. കോൺഗ്രസും അതുപോലെ തന്നെ വേണം. 2 സീറ്റുകളിൽ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 സീറ്റുകളിലും ജില്ലയ്ക്കകത്തുള്ള നേതാക്കൾ മതി എന്നുള്ളതായിരുന്നു. അദ്ദേഹം അത് പരസ്യമായി പറയുന്നത് നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയിലുണ്ടായ പൊട്ടിത്തെറികൾ നമ്മുടെ മുൻപിലുണ്ട്. ചിലയിടങ്ങളിൽ പോസ്റ്റർ യുദ്ധം നടക്കുന്നുണ്ട്. കൊച്ചി സീറ്റിൽ ആര് മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ ദീപ്തി മേരി വർഗീസിന് സീറ്റ് കിട്ടുമോ അതോ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അടുപ്പക്കാരനായ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനായിരിക്കുമോ സീറ്റ്? അവിടെ രാവിലെ ഈ 2 കൂട്ടരുടെയും ആളുകൾ പോസ്റ്റർ യുദ്ധവുമായി എത്തിയത് നമ്മുടെ മുൻപിലുണ്ട്. അതിനുശേഷം ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം പുറത്തു വന്നത് നമ്മുടെ മുൻപിലുണ്ട്. തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ദീപ്തി പറയുകയുണ്ടായി. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കയ്യെത്തും ദൂരത്ത് ഉണ്ടായിരുന്ന മേയർ സ്ഥാനം തട്ടിത്തെറിപ്പിക്കപ്പെട്ടപ്പോൾ അന്ന് നേതൃത്വമെടുത്ത ഒരു തീരുമാനമുണ്ട്, നിലപാടുണ്ട്. അന്ന് ഒരുപക്ഷെ അതിലും ഉയർന്ന സ്ഥാനങ്ങൾ ഒരുപക്ഷെ അതിലേക്ക് തന്നെ പരിഗണിക്കുമെന്നുള്ള തരത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നതൊക്കെ ദീപ്തി ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിലും തർക്കം നിലനിൽക്കുന്നുണ്ടോ? അവിടെ മുഹമ്മദ് ഷിയാസ് ആയിരിക്കുമോ? ദീപ്തി മേരി വർഗീസ് ആയിരിക്കുമോ? ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇടുക്കി കേരള കോൺഗ്രസിൽ നിന്ന് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഇത്തവണ ഏറ്റെടുത്ത സീറ്റാണ്. അങ്ങനെയാണ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ 8ആയി ചുരുങ്ങിയത്. 10 സീറ്റുകളിൽ അവർ കഴിഞ്ഞ തവണ മത്സരിച്ചതാണ്. പക്ഷേ 2 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. ഇത്തവണത്തേക്ക് മാത്രമായി അത് വിട്ടു നൽകുന്നുവെന്ന് PJ ജോസഫ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതുമാണ്. അപ്പോൾ ഈ ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ അവർക്ക് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മുൻ DCC അധ്യക്ഷൻ റോയ് കെ പൗലോസ് ആയിരിക്കുമോ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുക? മന്ത്രി റോഷി അഗസ്റ്റിനെ നേരിടുവാൻ കോൺഗ്രസ് ആരെയായിരിക്കും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുക? അപ്പോൾ അവിടെയും ചില തരത്തിൽ തർക്കങ്ങളുണ്ട്. ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പലതരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കെ സുധാകരന് ഈ രണ്ടാം ഘട്ട പട്ടിക പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് ആ പട്ടികയിൽ ഇടമുണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. കെ സുധാകരൻ പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവസരമൊരുക്കും എന്ന് നേതൃത്വം പറഞ്ഞതാണ് എന്നതാണ് കെ സുധാകരൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പടിവാതിക്കലെത്തി നിൽക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം പറയുമ്പോൾ അത് നേതൃത്വം മുഖവിലക്കെടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് കെ സുധാകരന്റെ നിലപാട്. ആ നിലപാടാണ് തന്നെ കാണാനെത്തിയ നേതാക്കളോട് അദ്ദേഹം തുറന്നു പറഞ്ഞത്. പലകുറി ആ നിലപാട് കെ സുധാകരൻ സ്വീകരിച്ച സമീപനം അത് AICCയോട് ഹൈക്കമാൻഡിനോട് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ വിശദീകരിച്ചതാണ്. പക്ഷേ അപ്പോഴും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പുലർച്ചെയാകുമ്പോഴും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക ഇതുവരെയും വന്നിട്ടുമില്ല. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുൻപിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, തീരുമാനമാകുന്നില്ലല്ലോ ബൽറാം? ഉന്മേഷ്, ഈ ഒരു യോഗം 2 മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും തീരുമാനമായിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ ഒരു സാഹചര്യം. തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അത് ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിക്ക് വലിയ തിരിച്ചടിക്ക് ഇടയാക്കും. നിലവിൽ തന്നെ മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലും എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ തർക്കങ്ങൾ, നേതാക്കൾക്കിടയിലെ ഭിന്നതകൾ അത് പരിഹരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യം. ഒപ്പം തന്നെ
പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗം ഉരുത്തിരിഞ്ഞു വന്നത് ഇന്ന് രണ്ടാമത് ചേർന്ന CC യോഗത്തിലായിരുന്നു. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിലും ആ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയായത് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ ഈ ഒരു നിലപാടിൽ പ്രതിഷേധവുമായി അദ്ദേഹത്തിന്റെ കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയതാണ്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു പൊതുതത്വം പാർട്ടി എടുക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം പിന്നീട് എന്തുകൊണ്ട് അതിൽ ഇളവ് വരുത്തി എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലായിരുന്ന രണ്ടാമത് ചേർന്ന CC യോഗത്തിലായിരുന്നു അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ ഒരു യോഗം എന്നുള്ളത് തന്നെ മല്ലികാർജുൻ ഖാർഗെയെ അനുനയിപ്പിക്കുക, അദ്ദേഹത്തെ ഈ ഒരു സാഹചര്യം ബോധ്യപ്പെടുത്തുക എന്നതിന് ലക്ഷ്യം വെച്ചുള്ളതാണ്. അദ്ദേഹം ഈ ഒരു ചർച്ചയിൽ ഈ ഒരു അന്നയ നീക്കത്തിൽ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താനാകുമോ എന്നുള്ളത് കോൺഗ്രസിനെ ഈ തിരഞ്ഞെടുപ്പിൽ പോലും നിർണായകമായി ബാധിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നിലവിൽ അംഗീകരിച്ച ധാരണയിലെത്തിയ പട്ടിക അംഗീകരിച്ച് അതേപടി മുന്നോട്ട് പോകാം. ഇനി നേരത്തെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എങ്കിൽ അത് മറ്റു പേരുകൾ ഈ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച നേതാക്കൾക്ക് പകരമായി മറ്റു പേരുകൾ കണ്ടെത്തേണ്ടി വരും. ഒപ്പം തന്നെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ. അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കാനോ അത്തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതും പാർട്ടിക്ക് പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അത് വലിയ പ്രതിസന്ധി പാർട്ടിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് സാഹചര്യം. ഇതെല്ലാം കണക്കാക്കി തന്നെയാണ് ഇരുവരെയും അന്വയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ രണ്ടു പേർക്ക് മാത്രം ഇളവ് നൽകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത്. എന്നാൽ അതാണ് പുതിയ പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുന്നത്. നിലവിലിപ്പോഴും ആ യോഗം, ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള യോഗം പുരോഗമിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ. ഇതുവരെയും പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരവും വ്യക്തമാക്കുന്നത്. ഈ CC യോഗം ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിടുമ്പോൾ യോഗത്തിൽ നിന്നും ഒരേ ഒരു നേതാവ് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അത് ഈ CC അംഗവും കർണാടക മന്ത്രിയുമായ KJ ജോർജ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് യോഗം പൂർത്തിയായിട്ടില്ല, യോഗം പുരോഗമിക്കുന്നു, അല്പസമയത്തിനകം എന്നാൽ യോഗം പൂർത്തിയാകും, അനുകൂലമായ ഗുണകരമായ ഒരു തീരുമാനം ഈ ഒരു യോഗത്തിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും യോഗം പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ഈ യോഗം പൂർത്തിയായാലുടൻ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നായിരുന്നു നേതാക്കൾ അറിയിച്ചിരുന്നത്. എന്തായാലും യോഗം പൂർത്തിയാകേണ്ടതുണ്ട്. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അതിന് തൊട്ടു പിന്നാലെ ഉണ്ടാകും. അതിൽ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായി മാറുക. ആ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ണൂറും കോന്നിയും ഒഴിച്ചിടുമോ, അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി തീരുമാനിച്ചാകുമോ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ യോഗം പൂർത്തിയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവരും. അതിൽ എന്താണ് ആ സ്ഥാനാർത്ഥി പട്ടിക, ആരുടെയെല്ലാം പേരുകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.